നമ്മൾ പഠിക്കുന്നത് മാനുവറും ഫെർട്ടിലൈസറും എന്താണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പിലിട്ട 2 വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കണം. അതിൻ്റെ കൂടെ തന്നെ ഓരോ പോർഷൻസിൻ്റെയും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുന്ന ഉടനെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് നല്ലതായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ആദ്യത്തെ പോർഷൻ ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, മാനുവറും ഫെർട്ടിലൈസറും എന്താണെന്ന് നമുക്ക് നോക്കാം. ദ സബ്സ്റ്റൻസസ് വിച്ച് ആർ ആഡഡ് ടു ദ സോയിൽ ഇൻ ദ ഫോം ഓഫ് ന്യൂട്രിയൻസ് ഫോർ ദ ഹെൽത്തി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ആർ കോൾഡ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഇതിന് മുമ്പിലുള്ള വീഡിയോയിൽ നമ്മൾ നോക്കിയല്ലേ, ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യണമെങ്കിൽ അതിന് ന്യൂട്രിയൻസ് ആവശ്യമാണല്ലേ. അപ്പോൾ നമ്മൾ സോയിലെ ലൂസൺ ചെയ്യുമെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പം ഫാർമർ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ മാനുവർ ആഡ് ചെയ്ത് കൊടുക്കുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അപ്പോൾ ആ മാനുവർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം പ്ലാന്റ്സിൻ്റെ ഹെൽത്തി ഗ്രോത്തിന് വേണ്ടി ന്യൂട്രിയൻസിൻ്റെ ഫോമിൽ സോയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, മാനുവർ എന്നും ഫെർട്ടിലൈസർ എന്നും നമ്മൾ പറയുന്നത്. ഇനി ഈ മാനുവറും ഫെർട്ടിലൈസറും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. Soil supplies mineral nutrients to the crop. These nutrients are essential for the growth of plants. In certain areas, farmers grow crop after crop in the same field. The field is never left uncultivated or fallow. Imagine what happened to the nutrients. ക്രോപ്പിന് ആവശ്യമുള്ള ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് സോയിലാണല്ലേ. അപ്പം പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എന്താ, ന്യൂട്രിയൻസ്. ഈ ന്യൂട്രിയൻസ് ഒരു പ്ലാന്റിന് നല്ല രീതിയിൽ ലഭിച്ചില്ലെങ്കിൽ ആ പ്ലാന്റിന് നന്നായി ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ചില ഏരിയാസിൽ ഫാർമേഴ്സ് ഒരു പ്ലാന്റ് ഗ്രോ ചെയ്ത് അതിൻ്റെ വിളവെടുത്ത ശേഷം എന്ത് ചെയ്യുമെന്നറിയാമോ, ഉടനെ തന്നെ അടുത്ത പ്ലാന്റ് അവിടെ നടും. അപ്പോൾ ഈ മണ്ണിലുള്ള ന്യൂട്രിയൻസ് ഒത്തിരി അങ്ങ് കുറഞ്ഞു പോവും. Continuous growing of crops make the soil poorer in certain nutrients. Therefore, farmers have to add manure to the field to replenish the soil with nutrients. This process is called manuring. Improper or insufficient manuring results in weak plants. അപ്പോൾ ക്രോപ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോയിങ് എന്ത് ചെയ്യുന്നു, സോയിലിൻ്റെ ന്യൂട്രിയൻസിനെ ഒത്തിരി കുറവ് വരുത്തുന്നു. അതുകൊണ്ട് ഫാർമേഴ്സ് ഈ സോയിലിനെ ന്യൂട്രിയൻസ് കൊണ്ട് റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, സോയിലിലേക്ക് മാനുവർ ആഡ് ചെയ്ത് കൊടുക്കും. ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, മാനുവറിങ് എന്ന് പറയുന്നത്. അപ്പോൾ സോയിലിലേക്ക് സഫീഷ്യൻ്റായിട്ടുള്ള മാനുവർ ആഡ് ചെയ്തില്ലെങ്കിൽ അവിടെ വളരുന്ന പ്ലാന്റ്സ് എന്തായിരിക്കും, വീക്കായിരിക്കും. അപ്പോൾ പ്ലാന്റ്സ് വീക്കാകാതിരിക്കണമെങ്കിൽ ഫാർമർ എന്ത് ചെയ്യണം, സഫീഷ്യൻ്റായിട്ടുള്ള മാനുവർ ആ സോയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. Manure is an organic substance obtained from the decomposition of plant or animal waste. Farmers dump plant and animal waste in pits at open places and allow it to decompose. The decomposition is caused by some microorganisms. The decomposed matter is used as organic manure. മാനുവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കൾ കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സബ്സ്റ്റൻസ് ആണ് എന്ത്, മാനുവർ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഫാർമേഴ്സ് എന്ത് ചെയ്യും, ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ വേസ്റ്റ് ഒരു കുഴിയിലേക്ക് നിക്ഷേപിക്കും. എന്നിട്ട് ഒരു ഓപ്പൺ പ്ലേസിലുള്ള ഒരു കുഴിയിലേക്ക് ഇതിനെ നിക്ഷേപിക്കും. എന്നിട്ട് അതിനെ ഡീകമ്പോസ് ആകാൻ വേണ്ടി എന്ത് ചെയ്യും, അനുവദിക്കും. ഈ ഡീകമ്പോസിഷൻ നടക്കുന്നത് ചില മൈക്രോ ഓർഗാനിസംസ് കൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പിൽ ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, സോയിലുള്ള മൈക്രോ ഓർഗാനിസംസും ബാക്ടീരിയയും ഒക്കെ എന്ത് ചെയ്യുന്നു, മണ്ണിലേക്ക് ചേരുന്ന ഡെഡായിട്ടുള്ള പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും വേസ്റ്റിനെയൊക്കെ ഡീകമ്പോസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അപ്പം സോയിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ ഡീകമ്പോസിഷൻ നടത്തുന്നത്. ഈ ഡീകമ്പോസ്ഡ് മാറ്ററാണ് നമ്മൾ ഓർഗാനിക് മാനുവറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ് 6 വെർമി കമ്പോസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ.
ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് എന്താണെന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? മാന്യൂർ എന്താണെന്നുള്ളതാണ് ഇതുവരെ നമ്മൾ നോക്കിയത് അല്ലേ. ഇനി നമുക്ക് ഫെർട്ടിലൈസേഴ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫെർട്ടിലൈസേഴ്സ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ആർ റിച്ച് ഇൻ എ പർട്ടിക്കുലർ ന്യൂട്രിയൻറ്റ്. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. മാന്യൂർ എന്തായിരുന്നു? അതൊരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആയിരുന്നു അല്ലേ. നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരുന്നു എന്താ മാന്യൂർ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് ഒരു പർട്ടിക്കുലർ ന്യൂട്രിയൻ്റ് കൊണ്ടുള്ളതാണ് അല്ലേ. ഒരു വിച്ച് ആർ റിച്ച് ഇൻ എ പർട്ടിക്കുലർ ന്യൂട്രിയൻസ്. ഒരു പർട്ടിക്കുലർ ന്യൂട്രിയൻസ് കൊണ്ട് റിച്ച് ആയിട്ടുള്ളതാണ് എന്ത്? ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഹൗ ആർ ദീസ് ഡിഫറെൻറ്റ് ഫ്രം മാന്യൂർ? ഫെർട്ടിലൈസേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫാക്ടറീസ്. മാന്യൂർ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. പക്ഷേ ഫെർട്ടിലൈസേഴ്സ് എങ്ങനെയാണ്? ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാക്ടറീസിലാണ്. സം എക്സാമ്പിൾസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആർ യൂറിയ, അമോണിയം സൾഫേറ്റ്, സൾഫർ ഫോസ്ഫേറ്റ്, പൊട്ടാഷ്, NPK. ഇതൊക്കെയാണ് ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിളായിട്ടുള്ളത്. NPK എന്താണ്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് എന്ത്? NPK എന്ന് പറയുന്നത്. അപ്പം ഫെർട്ടിലൈസറും മാന്യൂറും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മാന്യൂർ ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്, ഫെർട്ടിലൈസർ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. The use of fertilizers has helped farmers to get better yield of crops such as wheat, paddy and maize. അപ്പോൾ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് കൊണ്ട് ഫാർമേഴ്സിന് കൂടുതൽ വിളവ് ലഭിക്കും. അതായത് വീറ്റ്, പാടി, മെയ്സ് ഇതുപോലെയുള്ള ക്രോപ്സിലൊക്കെ നല്ല വിളവ് ഫാർമേഴ്സിന് ലഭിക്കും. ബട്ട് എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഹാസ് മെയ്ഡ് ദ സോയിൽ ലെസ് ഫെർട്ടൈൽ. പക്ഷേ ഇതുകൊണ്ടൊരു ദോഷവുമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ അളവിൽ കൂടുതലുള്ള ഉപയോഗം, അതായത് നമുക്ക് വേണ്ടതിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് സോയിലിനെ ലെസ് ഫെർട്ടൈലാക്കി മാറ്റും. ഫെർട്ടിലൈസേഴ്സ് ഹാവ് ഓൾസോ ബിക്കം എ സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു ദോഷമെന്ന് പറയുന്നത് ഇത് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കും. ഈ ഫെർട്ടിലൈസേഴ്സ് മഴയൊക്കെ പെയ്ത് കഴിയുവാണെങ്കിൽ ഈ സോയിലിൽ ഉള്ള ഫെർട്ടിലൈസേഴ്സ് അത് വെള്ളത്തിൽ കൂടെ ഒഴുകി വാട്ടർ റിസോഴ്സസിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും. Therefore, in order to maintain the fertility of the soil, we have to substitute fertilizers by organic manure or leave the field uncultivated in between ടു ക്രോപ്സ്. അതുകൊണ്ട് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഫെർട്ടിലൈസേഴ്സിന് പകരം ഓർഗാനിക് മാനുവർ എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്തതിന് ശേഷം ആ ഫീൽഡിനെ കുറച്ച് നാൾ നമ്മൾ വെറുതെ ഇട്ടേക്കണം. വെറുതെ ഇട്ട് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം? അടുത്ത ക്രോപ്പ് നമ്മളവിടെ കൃഷി ചെയ്യണം. അങ്ങനെ ചെയ്താൽ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. The use of manure improves soil texture as well as its water retaining capacity. It replenishes the soil with all the nutrients. അപ്പം മാനുവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് രണ്ട് പ്രയോജനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സോയിലിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സോയിലിൻ്റെ വാട്ടർ റീറ്റെയിനിങ് കപ്പാസിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മാനുവർ എന്ത് ചെയ്യുന്നു? സോയിലിനെ എല്ലാ ന്യൂട്രിയൻസും കൊണ്ട് റിപ്ലനിഷ് ചെയ്യുന്നു. Another method of replenishing the soil with nutrients is through crop rotation. ഇനി സോയിലെ ന്യൂട്രിയൻസ് കൊണ്ട് റിപ്ലനിഷ് ചെയ്യാനുള്ള വേറൊരു മെത്തേഡാണ് ക്രോപ്പ് റൊട്ടേഷൻ. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്രോപ്പ് നട്ടതിന് ശേഷം അടുത്ത പ്രാവശ്യം നടുമ്പോൾ വേറൊരു ക്രോപ്പ് നടുക. അങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് ഓരോ ക്രോപ്സ് നടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി ഡൺ ബൈ ഗ്രോവിങ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഓൾട്ടർനേറ്റ്ലി. ഇത് ഓരോ ക്രോപ്സും ഓൾട്ടർനേറ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് വഴി ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. Earlier, farmers in northern India used to grow legumes as fodder in one season and wheat in the next season. നോർത്ത് ഇന്ത്യയിലെ ഫാർമേഴ്സൊക്കെ ഒരു സീസണിൽ ലെഗ്യൂമിനസ് പ്ലാന്റ് ഗ്രോ ചെയ്യും, അടുത്ത സീസണിൽ അവർ വീറ്റ് ഗ്രോ ചെയ്യും. This helped in the replenishment of the soil with nitrogen. Farmers are being encouraged to adopt this practice. ഈ ക്രോപ്പ് റൊട്ടേഷൻ സോയിലിൻ്റെ നൈട്രജൻ റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു. In the previous classes, you have learned about Rhizobium bacteria. These are present in the nodules of the roots of leguminous plants. They fix atmospheric nitrogen.
നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ റൈസോബിയം ബാക്ടീരിയയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൻ്റെ നോഡ്യൂൾസിലാണ് ഈ റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്നത്. ലെഗ്യുമിനസ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളാണ് കേട്ടോ. പീസ് ഒക്കെ ഉണ്ടാകുന്ന ചെടികളുണ്ടല്ലോ, അതുപോലെയുള്ള ചെടികളെയാണ് ലെഗ്യുമിനസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിലുള്ള ഈ ബാക്ടീരിയ അറ്റ്മോസ്ഫറിക് നൈട്രജനെ സോയിലിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലെ ഫാർമേഴ്സൊക്കെ ഒരു സീസണിൽ ലെഗ്യുമിനസ് പ്ലാന്റും അടുത്ത സീസണിൽ വീറ്റ് പോലെയുള്ള പ്ലാന്റ്സും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആദ്യം ഈ ലെഗ്യുമിനസ് പ്ലാന്റ് കൃഷി ചെയ്യുന്നത് മൂലം മണ്ണിലേക്ക് കൂടുതൽ നൈട്രജൻ ഫിക്സ് ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് കൃഷി ചെയ്യുന്ന ക്രോപ്പിന് അപ്പോൾ നൈട്രജൻ ധാരാളമായിട്ട് ലഭിക്കുന്നു. ഇങ്ങനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ വഴി സോയില് ന്യൂട്രിയൻ റിച്ചായിട്ട് മാറുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫെർട്ടിലൈസർ ആൻഡ് മാനുവർ. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളിത് കാണാതെ പഠിച്ചോണം കേട്ടോ. അപ്പോൾ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, എ ഫെർട്ടിലൈസർ ഈസ് ആൻ ഇൻഓർഗാനിക് സാൾട്ട്. ഫെർട്ടിലൈസർ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണെന്ന് നമ്മൾ പഠിച്ചല്ലേ. അതുകൊണ്ട് ഫെർട്ടിലൈസർ എന്താണ്? ഒരു ഇൻഓർഗാനിക് സാൾട്ടാണ്. മാനുവർ ഈസ് എ നാച്ചുറൽ സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് കാറ്റിൽ ഡങ്, ഹ്യൂമൻ വേസ്റ്റ് ആൻഡ് പ്ലാന്റ് റെസിഡ്യൂ. മാനുവർ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? കാറ്റിൽ ഡങ്, ഹ്യൂമൻ വേസ്റ്റ്, പ്ലാന്റ് റെസിഡ്യൂ ഇതൊക്കെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതാണ് എന്താ? മാനുവർ. എ ഫെർട്ടിലൈസർ ഈസ് പ്രിപ്പയർഡ് ഇൻ ഫാക്ടറീസ്. മാനുവർ ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ദി ഫീൽഡ്സ്. അപ്പോൾ ഫെർട്ടിലൈസർ ഫാക്ടറീസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മാനുവർ നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ ഫീൽഡിലോ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. എ ഫെർട്ടിലൈസർ ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഹ്യൂമസ് ടു ദ സോയിൽ. മാനുവർ പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് ഹ്യൂമസ് ടു ദ സോയിൽ. ഫെർട്ടിലൈസർ സോയിലിലേക്ക് ഹ്യൂമസിനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്നാൽ മാനുവർ എന്ത് ചെയ്യുന്നു? വളരെയധികം ഹ്യൂമസിനെ സോയിലിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഴ്സ് ആർ വെരി റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. മാനുവർ ഈസ് റിലേറ്റീവ്ലി ലെസ് റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ്. ഫെർട്ടിലൈസേഴ്സ് പ്ലാന്റ്സ് ന്യൂട്രിയൻസ് കൊണ്ട് റിച്ച് ആണ് അല്ലേ. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഈ ന്യൂട്രിയൻസ് കൊണ്ട് റിച്ച് ആണ്. എന്നാൽ മാനുവർ വളരെ കുറച്ച് ന്യൂട്രിയൻസ് മാത്രമേ മാനുവറിൽ നിന്ന് പ്ലാന്റ്സിന് കിട്ടുന്നുള്ളൂ. അഡ്വാൻറ്റേജസ് ഓഫ് മാനുവർ. ദി ഓർഗാനിക് മാനുവർ ഈസ് കൺസിഡേർഡ് ബെറ്റർ ദാൻ ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസറിനെ കാട്ടിൽ കുറച്ചും കൂടി നല്ലതായി കൺസിഡർ ചെയ്യപ്പെടുന്നത് ഓർഗാനിക് മാനുവറാണ്. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് എൻഹാൻസസ് ദി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ. അപ്പം ഫെർട്ടിലൈസറിനെ കാട്ടിൽ കുറച്ചും കൂടി നല്ലതായിട്ട് ഓർഗാനിക് മാനുവറിനെ കൺസിഡർ ചെയ്യുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ഇത് സോയിലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയെ കുറച്ചും കൂടി നല്ലതാക്കുന്നു, എൻഹാൻസ് ചെയ്യുന്നു. അതാണ് ഒരു റീസൺ. പിന്നെന്താണ്? ഇറ്റ് മേക്സ് ദ സോയിൽ പോറസ് ഡ്യൂ ടു വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിക്കംസ് ഈസി. ഇത് സോയിലിനെ പോറസ് ആക്കി മാറ്റുന്നു. അതായത് സോയിലിലെ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇതുമൂലം എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഈസി ആയിട്ട് തീരുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഫ്രണ്ട്ലി മൈക്രോബ്സ്. ഇത് സോയിലിൽ മൈക്രോബ്സും ബാക്ടീരിയ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ഇത് അതിൻ്റെ നമ്പറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഇംപ്രൂവ്സ് ദ ടെക്സ്ചർ ഓഫ് ദി സോയിൽ. ഈ മാനുവർ സോയിലിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അല്ലേ. എന്തൊക്കെയാണ് മാനുവർ മൂലമുള്ള പ്രയോജനങ്ങൾ? എന്തൊക്കെയാണ്? മാനുവർ സോയിലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു. പിന്നെ സോയിലിനെ പോറസ് ആക്കി മാറ്റുന്നു. അതുമൂലം എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഈസി ആയിട്ട് നടക്കുന്നു. പിന്നെ മൈക്രോബ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എന്താണ് ചെയ്യുന്നത്? സോയിലിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നു. ഈ 4 കാര്യങ്ങളാണ് മാനുവറിൻ്റെ അഡ്വാൻറ്റേജസ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം കേട്ടോ. ഓക്കെ, നെയിം ദ ബാക്ടീരിയ വിച്ച് ഫിക്സ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ. അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? റൈസോബിയം ബാക്ടീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ഫെർട്ടിലൈസേഴ്സ് ഹെൽപ്പ് ഫാർമേഴ്സ്. ഫെർട്ടിലൈസേഴ്സ് എങ്ങനെയാണ് ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഹാസ് ഹെൽപ്പ് ഫാർമേഴ്സ് ടു ഗെറ്റ് ബെറ്റർ yield of crops such as wheat, paddy and maize. Next question, what is crop rotation? Crop rotation is a method of replenishing the soil with the nutrients by growing different crops alternately.
എന്താണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ ന്യൂട്രിയൻസ് കൊണ്ട് സോയിലിനെ റിപ്ലനിഷ് ചെയ്യുന്ന മെത്തേഡാണ് അല്ലേ. എങ്ങനെയാണ് ക്രോപ്സിനെ ഓൾട്ടർനേറ്റായിട്ട് ഡിഫറെൻറ്റ് ക്രോപ്സിനെ ഓൾട്ടർനേറ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് വഴി അതിൻ്റെ ന്യൂട്രിയൻസിനെ റിപ്ലനിഷ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ഫാർമർ റൊട്ടേറ്റ് ക്രോപ്സ് ഇൻ ദ ഫീൽഡ്? Farmer rotates crops in the field because crop rotation helps in the replenishment of the soil nutrients. Next question, what are the advantages of using manure in crop field? The use of manure improves soil texture as well as its water retaining capacity. It replenishes the soil with all the nutrients. Manure സോയിലിൻ്റെ ടെക്സ്ചറും വാട്ടർ റീറ്റെയിനിങ് കപ്പാസിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നു. അതേപോലെ എല്ലാ ന്യൂട്രിയൻസും കൊണ്ട് സോയിലിനെ റിപ്ലനിഷ് ചെയ്യുന്നു. Next question, what are the harmful effects of using fertilizers? Harmful effects of using fertilizers are excessive use of fertilizers has made the soil less fertile. Fertilizers have also become a source of water pollution. അപ്പോൾ ഫെർട്ടിലൈസറിൻ്റെ എക്സസീവ് യൂസ് സോയിലിൻ്റെ ലെസ് ഫെർട്ടൈലിന് കാരണമാകുന്നു. അതേപോലെ തന്നെ വാട്ടർ പൊല്യൂഷനും കാരണമായി തീരുന്നു. Next question, what are fertilizers? Give some examples. Fertilizers are chemical substances which are rich in a particular nutrients. Some examples of fertilizers are urea, ammonium, sulfate, potash, NPK. NPK എന്താണ്? Nitrogen, phosphorus, potassium. Next question, why do farmers add manure to the soil? Continuous growing of crops make the soil poorer in certain nutrients. Therefore, farmers have to add manure to the field to replenish the soil with the nutrients. അപ്പം ക്രോപ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് എന്ത് ചെയ്യുന്നു? സർട്ടൻ ന്യൂട്രിയൻസിനെ സോയിലിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ റിപ്ലനിഷിന് വേണ്ടിയാണ് ഫാർമേഴ്സ് സോയിലിൽ മാനുവർ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാനുവർ ആൻഡ് ഹൗ ഈസ് ഇറ്റ് പ്രിപ്പയർഡ്? ഓർ ഹൗ ഈസ് ഓർഗാനിക് മാനുവർ ഒബ്റ്റൈൻഡ്? ഈ രണ്ട് തരത്തിലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. മാനുവർ ഈസ് ആൻ ഓർഗാനിക് സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻ ഫ്രം ദ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ് ഓർ ആനിമൽ വേസ്റ്റ്. Farmers dump plant and animal waste in pit at open places and allow it to decompose. The decomposition is caused by some microorganisms. The decomposed matter is used as organic manure. ഇതൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഓർഗാനിക് മാനുവർ ഈസ് കൺസിഡേർഡ് ബെറ്റർ ദാൻ ഫെർട്ടിലൈസേഴ്സ് ഓർ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓർഗാനിക് മാനുവർ? ഈ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ആൻസർ, ദ ഓർഗാനിക് മാനുവർ ഈസ് കൺസിഡേർഡ് ബെറ്റർ ദാൻ ഫെർട്ടിലൈസേഴ്സ്. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് എൻഹാൻസസ് ദി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ. It makes the soil porous, due to which exchange of gases becomes easy. It increases the number of friendly microbes. It improves the texture of the soil. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.